കയറിയൊരു യാത്രയുണ്ട്, ആളുകൾ എടുത്തുകൊണ്ട് പോകുന്നൊരു യാത്രയുണ്ട്. അത് എല്ലാ എയർ കണ്ടീഷനും കഴിഞ്ഞുപോയി. ഖബറിൽ കൊണ്ടുപോയി കിടത്തുന്നൊരു സമയമുണ്ട്. ഇപ്പോൾ ചെന്നാൽ എവിടെയും കട്ടിലുണ്ട്, ഹോട്ടലിൽ കട്ടിലുണ്ട്, നിങ്ങളെ റൂമിൽ വന്നാൽ കട്ടിൽ തരാൻ നിങ്ങളുണ്ട്. പക്ഷേ ഒരു കട്ടിലുമില്ലാതെ എന്നെ കൊണ്ടുപോയി വെറും മണ്ണിൽ കിടത്തുന്നൊരു സമയമുണ്ട്. ഇപ്പോൾ ഇറങ്ങിപ്പോകുന്ന സമയത്തൊരൽപ്പം മണ്ണ് എന്റെ കുപ്പായത്തിൽ തെറിച്ചു പോയാൽ ഉസ്താദേ കഴുകിക്കോളൂ എന്ന് പറഞ്ഞടുത്തു വരുന്ന ശിഷ്യന്മാരുണ്ടാകാം, സ്നേഹിതന്മാരുണ്ടാകാം, ദീനീ പ്രവർത്തകരുണ്ടാകാം, സന്താനങ്ങളുണ്ടാകാം, ബന്ധപ്പെട്ടവരുണ്ടാകാം, ഭാര്യയുണ്ടാകാം. പക്ഷേ എടുത്തുകൊണ്ടുപോയി കബറിലങ്ങ് വെക്കുമ്പോ അതാ കവിൾത്തടത്തിന്റെ ഭാഗത്ത് നിന്ന് കഫൻ തുണി നീക്കിയിട്ട് അതാ നനഞ്ഞ മണ്ണെടുത്ത് അത് കുഴച്ചിട്ട് എന്റെ കവിൾത്തടത്തിന് എന്റെ സ്നേഹിതന്മാർ വെച്ചു തരുന്നൊരു സമയമുണ്ട്. ശേഷം കബറങ്ങ് മൂടുന്നു. ഫാനില്ല, എയർ കണ്ടീഷനില്ല. അതിന്റെ ഉള്ളിൽ മൂടിയതിന് ശേഷം അതാ സ്നേഹിതന്മാരും ശിഷ്യന്മാരും പ്രവർത്തകരും നേതാക്കളും ഉസ്താദുമാരും ബന്ധപ്പെട്ടവരും അതിന്റെ ചുറ്റുഭാഗത്ത് നിന്നിട്ട് കൈകൊണ്ടതാ മണ്ണ് വാരി മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. എവിടെ അഹങ്കാരം, എവിടെ സ്ഥാനമാനം, എവിടെ ബഹുമാനം. ഖബറിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതാ ഇതിൽ നിന്ന് നിന്നെ നമ്മൾ പഠിച്ചു, ആ മണ്ണിലേക്ക് മടക്കുന്നു, ആ മണ്ണിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുമെന്നറിയിക്കുന്ന ആയത്തോതി പ്രിയപ്പെട്ടവർ മണ്ണ് വാരിയിട്ട് മൂടി തിരിച്ചു പോകുന്നൊരു സമയമുണ്ട്. മുസ്ലിമീങ്ങളെ, അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ സമീപത്ത് നിന്ന് ഖബറൊക്കെ മറവാടിക്കഴിഞ്ഞതിന് ശേഷം സുബ്ഹാനല്ലാഹ് 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 റബ്ബിന്റെ പരിശുദ്ധത വായിച്ച് ദിക്ർ ചൊല്ലുന്നു, സഹാബത്ത് ദിക്ർ ചൊല്ലുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലുന്നു. എന്താണ് നബിയെ സംഭവമെന്ന് ചോദിക്കുമ്പോൾ എത്ര വലിയ മഹാനാണ്. അർശ് സഅദിന്റെ മരണത്തിന് വേണ്ടി അർശ് കുലുങ്ങിപ്പോയിട്ടുണ്ട്. അതാ സഅദിന്റെ മരണം നടന്നപ്പോ തഹറക്കലഹുൽ അർശ്, അർശ് കുലുങ്ങിയിട്ടുണ്ട്. അത്ര വലിയ മഹാനാണ് സഅദ്. പക്ഷേ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചപ്പോ ഖബറ് രണ്ട് ഭാഗത്ത് നിന്ന് ഒന്നങ്ങ് അടുത്ത് ഒന്നടച്ചുകൂട്ടിയപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അതാ വാരിയെല്ലുകൾ കോർത്തുപോയി. അത് കണ്ടപ്പോ എന്റെ ബാലനായ റബ്ബിൽ ഞാൻ തസ്ബീഹ് ചൊല്ലി അല്ലാഹനെ പുകഴ്ത്തിയതാണ്. സഹാബികളെ, നിങ്ങളും ഞാനും ഒന്നായി ഖബറിങ്കൽ നിന്ന് തസ്ബീഹ് ചൊല്ലി ദിക്ർ ചൊല്ലി റബ്ബിനെ പുകഴ്ത്തിയപ്പോ അല്ലാഹു വിട്ടുകൊടുത്തു. അപ്പോഴാണ് അല്ലാഹു അക്ബർ ചൊല്ലിയത്. സഹാബികളെ, ഓ സഹോദരന്മാരെ, ഈ ഭൗതിക ലോകത്തിന് നിലനിൽപ്പുണ്ടോ? ലോകത്തിന്റെ ആഡംബരത്തിന് നിലനിൽപ്പുണ്ടോ? ഇവിടെയുള്ള ബഹുമാനത്തിന് നിലനിൽപ്പുണ്ടോ? ഇവിടെയുള്ള സ്ഥാനത്തിന് നിലനിൽപ്പുണ്ടോ? മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. നിങ്ങളടുക്കലുള്ളതെല്ലാം തീർന്നു പോകുന്നതാണ്. നിലനിൽക്കുന്നത് അല്ലാഹുവിന്റെ അടുക്കലുള്ളത് മാത്രമാണ്. ആ റബ്ബിലേക്കുള്ള ചിന്തയും റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള ചിന്തയും ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തിൽ കുടികൊള്ളണം. അല്ലാഹുവേ, ആ ഒരു ചിന്തയിലേക്ക് ഞങ്ങളെ ഖൽബിനെ നീ വിളിക്കണം റഹ്മാനേ. ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കണം റഹ്മാനേ. കിബ്ർ, ഉജ്ബ്, റിയാ, ഹസദ്, അമൽ, ഹിർസ്, ബിദഅത്ത്, ശഹ്വത്ത് തുടങ്ങിയ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ ഖൽബിനെ ശുദ്ധിയാക്കണം റഹ്മാനേ. ഞങ്ങളെ മജ്ലിസുകൾ നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ഇത് ഞങ്ങളുടെ അവസാനത്തെ മജ്ലിസാക്കരുത് റഹ്മാനേ. നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഞങ്ങൾക്കും ഞങ്ങളെ ഉസ്താദുമാർക്കും സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തകർക്കും ആലിമീങ്ങൾക്കും ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കും ഞങ്ങളോട് സഹകരിക്കും
സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഈ സദസ്സിൽ വന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും റബ്ബേ നല്ല വിഷയത്തിൽ സഹകരിക്കുന്ന ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ മുഴുവൻ ആളുകൾക്കും നീ നൽകണം റഹ്മാനേ. صل وسلم دائما أبدا على حبيبك خير الخلق كل